ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ പഠിക്കുമ്പോൾ മാർക്കറ്റ് ഇതിൽ നമ്മൾ ഏറ്റവും അധികം യൂസ്ഫുൾ ആവുക ട്രേഡേഴ്സിനാണ്. മാർക്കറ്റിന്റെ ട്രെൻഡും മൂവ്മെന്റ് പാറ്റേണും മനസ്സിലാക്കിക്കൊണ്ട് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ സ്റ്റോക്കുകൾക്കൊപ്പം നിൽക്കേണ്ടത് എന്നാണ് ഈ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ കൊണ്ട് നോക്കേണ്ടത്. കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്ന സ്റ്റോക്ക് സെലക്ഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് നോക്കിയത്. ഗ്രോത്ത് ഉണ്ടോ, വോളിയം ഉണ്ടോ, ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് പോസിറ്റീവ് ട്രെൻഡിലാണോ നെഗറ്റീവ് ട്രെൻഡിലാണോ എന്നുള്ള 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ആവറേജിങ്ങും പിരമിഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. അത് ഏതൊക്കെ ടൈപ്പ് മാർക്കറ്റിൽ നോക്കണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ, ഒരു സ്വഭാവം, മൂവ്മെന്റ് പാറ്റേൺ ആണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് എത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യണോ, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡിഫെൻസീവ് മോഡിലേക്ക് നമ്മൾ ട്രേഡിങ് കൊണ്ടുവരണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും പഠിക്കാനും സാധിക്കും. ഈ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ വളരെ സിമ്പിൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡും മൂവ്മെന്റ് പാറ്റേൺ ഒക്കെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേണിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഏത് മാർക്കറ്റ് കണ്ടീഷനിലും, ഏത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏത് വേൾഡ് മാർക്കറ്റിൽ എടുത്താലും ശരി, 5 ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേണിലൂടെ മാത്രമേ മാർക്കറ്റ് ചലിക്കാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെന്റ് പാറ്റേൺ മാർക്കറ്റിൽ കണ്ടിട്ടില്ല ഇതേവരെ. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, തുടക്കത്തിലേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിന്റെ ട്രെൻഡും മൂവ്മെന്റ് പാറ്റേണും മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിൾ. കാരണം 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ടൈപ്പ് 1, 2, 3, 4, 5 ഇങ്ങനെ 5 ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ഉള്ളത്. ഇതിന് ഓരോന്നിനും ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ടൈപ്പ് 1 നമ്മളിപ്പോൾ ഈ ഒരു റൗണ്ടിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ടൈപ്പ് 1 കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ പെട്ടെന്ന് മുകളിലേക്കുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ്, വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്കുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഈ ഒരു പാറ്റേണിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് തരും. നമുക്ക് ആ സ്റ്റോക്കിലും ഇൻഡെക്സ് ഒക്കെ വളരെ പെട്ടെന്ന് വളർച്ച നേടിത്തരും. നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കും ടൈപ്പ് 1. ടൈപ്പ് 2ലേക്ക് വരുമ്പോൾ ഇവിടെ മാർക്കറ്റ് ബുള്ളിഷ് അഥവാ മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് തന്നെയാണുള്ളത്. പക്ഷേ ടൈപ്പ് 1നെ അപേക്ഷിച്ച് അത്രയ്ക്ക് സ്പീഡിലല്ല മാർക്കറ്റ് പോകുന്നത്, അത്ര പെട്ടെന്ന് ഗ്രോത്ത് തരുന്നില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓരോ മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിലും പല രീതിയിലുള്ള ബുള്ളിഷ് ട്രെൻഡുകൾ മാർക്കറ്റിൽ ഉണ്ടാവും. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് റിട്ടേൺ തരാൻ സാധ്യതയുള്ളത്, അതിനനുസരിച്ച് അതിനൊപ്പം നമ്മൾ നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പോർട്ട്ഫോളിയോയിൽ വളരെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ടൈപ്പ് 1 മാർക്കറ്റ്. ഇതിന്റെ ലക്ഷണം നമുക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വലിയ ക്യാൻഡിലുകൾ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകും. അതായത് 100 രൂപയിൽ നിന്നും വളരെ പെട്ടെന്നായിരിക്കും 150ലേക്കും 200ലേക്കൊക്കെ എത്തുന്നത്. ടൈപ്പ് 1ന്റെ ലക്ഷണമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് വലിയ ക്യാൻഡിലുകൾ, അതായത് വലിയ പ്രൈസ് മൂവ്മെന്റ് നടത്തുന്ന ക്യാൻഡിലുകളിലൂടെ ആയിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ വലിയ ക്യാൻഡിലുകൾ വന്നിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ദൂരം പ്രൈസ് മൂവ്മെന്റ് നടത്തുന്ന മുകളിലേക്ക് എന്നുള്ളതാണ് ടൈപ്പ് 1ന്റെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു, പക്ഷേ കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിംഗ്, നമുക്കറിയാം സ്റ്റോക്ക് ഒരിക്കലും ഒരു നേർരേഖ പോലെ ഒരു ഡയറക്ഷനിലേക്ക് നേർരേഖ പോലെ പോയില്ല. അതൊരു കയറ്റിറക്കങ്ങളിലൂടെ മാത്രമേ മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും സൈഡിലേക്കാണെങ്കിലും ഒക്കെ പോകുന്നുള്ളൂ. അപ്പോൾ ഈ കയറ്റിറക്കങ്ങളിലൂടെ മാർക്കറ്റ് സഞ്ചരിച്ചേ മതിയാകൂ എന്നുള്ളതുകൊണ്ട് തന്നെ ടൈപ്പ് 1ന്റെ പ്രത്യേകത ഫാസ്റ്റ് ആയിട്ട് വലിയ ക്യാൻഡിലുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും. കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നതിന്റെ സമയവും ദൂരവും വളരെ കുറച്ചേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ നിഫ്റ്റി എന്ന ഇൻഡെക്സിൽ കണ്ടതുപോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. കറക്ഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 ദിവസം മാത്രമാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് താഴത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇത് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ ചാർട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും അതെ, കുറച്ച് ദിവസങ്ങളായിട്ട് ഫാസ്റ്റ് ആയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. വലിയ ക്യാൻഡിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഗ്യാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, വലിയ ക്യാൻഡിലുകൾ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വല്ലപ്പോഴും ക്യാൻഡിലുകളൊക്കെ മാർക്കറ്റ് തിരിച്ചിറങ്ങുന്നുണ്ടാവും. ഇതിന്റെ സമയവും ദൂരവും വളരെ ചെറുത്. തിരിച്ച് താഴത്തേക്കുള്ള മൂവ്മെന്റ് മുകളിലേക്കുള്ള മൂവ്മെന്റിനെ അപേക്ഷിച്ച് താഴത്തേക്കുള്ള മൂവ്മെന്റിൽ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് നിലനിൽക്കൂ. അതുപോലെ തന്നെ ചുരുങ്ങിയ ദൂരത്തേക്ക് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് തിരിച്ചു കയറുന്നുണ്ടാവും. ഇതാണ് ടൈപ്പ് 1ന്റെ ലക്ഷണം. ഇപ്പോൾ ഈ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സും ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ HDFC ലൈഫ് എന്ന് പറയുന്ന സ്റ്റോക്കും ഇതൊക്കെ ഈ ടൈപ്പ് 1ന്റെ ലക്ഷണം കാണിക്കുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. കറക്ഷൻ അഥവാ തിരിച്ചു വരുന്നതിന്റെ സമയവും ദൂരവും വളരെ കുറവാണ് ഈ ഒരു സ്റ്റോക്കൊക്കെ. അപ്പോൾ ഇത്തരം മൂവ്മെന്റ് നമുക്ക് തുടക്കത്തിലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോഴൊക്കെ അതിന്റെ ലക്ഷണമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മുകളിൽ ഇത് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടൈപ്പ് 1
കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്നതിന്റെ സമയവും ദൂരവും വളരെ ചെറുതായിരിക്കും. വളരെ പെട്ടെന്ന് തിരിച്ചു കയറാൻ പറ്റും. മുകളിലേക്കുള്ള ബുള്ളിഷ് ട്രെൻഡ് അഥവാ മുകളിലേക്കുള്ള മൂവ്മെന്റ് എപ്പോഴും വളരെ ഫാസ്റ്റ് ആയിട്ട് വലിയ ക്യാൻഡലുകൾ എന്ന് പറയുമ്പോൾ തന്നെ വലിയ പ്രൈസ് മൂവ്മെന്റ് ആണ് ഒരു ദിവസം തന്നെ നടക്കുന്നത്. അപ്പോൾ വലിയ ക്യാൻഡലുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കുള്ളൂ. ഇതാണ് ടൈപ്പ് 1ന്റെ പ്രത്യേകത. ഈ ടൈപ്പ് 1ൽ നമുക്ക് എങ്ങനെ വേണേലും മുകളിലേക്കുള്ള ട്രേഡുകൾക്കൊപ്പം നിൽക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റിയിൽ ഷെയറുകൾ വാങ്ങിക്കൊണ്ടാകാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഡെറിവേറ്റീവ്സിൽ ബൈ ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിനും സ്വിംഗ് ട്രേഡിങ്ങിനും ഇൻട്രാഡേക്കൊക്കെ പറ്റിയ മാർക്കറ്റാണ് ടൈപ്പ് 1. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആവറേജിങ് വേഴ്സസ് പിരമിഡിങ്, ഇതിന്റെ വ്യത്യാസവും നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ പറ്റും. അതായത് ആവറേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകുന്തോറും നമുക്ക് ലോസ് വരുമ്പോൾ വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റി വാങ്ങിക്കൂട്ടുന്നതിന് ആവറേജും, പിരമിഡിങ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന ഷെയറുകളിൽ ഓരോ കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റി ബൈ ചെയ്തുകൊണ്ട് കൂട്ടുന്ന സിസ്റ്റമാണ് പിരമിഡിക്. താഴേക്കാകുമ്പോൾ കറക്ഷൻ ഓരോ താഴേക്കുള്ള മൂവ്മെന്റിലും വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റി വാങ്ങിക്കൊണ്ട് തന്നെ പ്രൈസ് ആവറേജിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന സിസ്റ്റം ആവറേജിങ്. ഇതിൽ ഈ ടൈപ്പ് 1ൽ രണ്ടും ചെയ്യാൻ പറ്റും. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ വലിയ ഹൈയിൽ വെച്ചിട്ടാണ് നമ്മൾ ബൈ ചെയ്തതെങ്കിൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ലോസ് വരും സ്വാഭാവികമായിട്ടും. ഈ ലോസ് വരുമ്പോൾ നമ്മൾ നോക്കുക, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതുവരെ വന്ന മാർക്കറ്റ് ആണോ, ഇതുവരെ കാര്യമായിട്ടുള്ള കറക്ഷൻ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ ഇപ്പോൾ ഈ മൂവ്മെന്റിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇത് ആവറേജിങ്ങും ചെയ്യാം. താഴേക്ക് വരുമ്പോൾ നമുക്ക് ലോസിൽ വരുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ബൈ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, മാർക്കറ്റിൽ നമ്മൾ കുറച്ച് താഴെ തന്നെയാണ് വാങ്ങിയത്, ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയത്, കറക്ഷൻ അപ്പോൾ നമുക്ക് നഷ്ടത്തിലല്ല, കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റി കൂടെ ബൈ ചെയ്യാം. വീണ്ടും മുകളിലേക്ക് പോകുന്നു, കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി കൂടെ ബൈ ചെയ്യാം. അപ്പോൾ ടൈപ്പ് 1 മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബൈ ട്രെൻഡ് മുകളിലേക്കുള്ള ലോങ് പൊസിഷൻ ഒപ്പം നിലനിന്നുകൊണ്ട് എല്ലാ സെഗ്മെന്റിലും നമുക്ക് ഇതിനകത്ത് എൻട്രി എടുക്കാം. ഇൻവെസ്റ്റ്മെന്റിലും സ്വിംഗ് ട്രേഡിംഗിലും ഇൻട്രാഡേയിലും ഷോർട്ട് ടൈം ട്രേഡിംഗിലും എൻട്രി എടുക്കാം. ആവറേജിങ് ചെയ്യാം, പിരമിഡിങ് ചെയ്യാം. എല്ലാത്തിനും അനുകൂലമായിട്ടുള്ളൊരു ടൈപ്പ് മാർക്കറ്റാണ് ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് ട്രെൻഡ് റിവേഴ്സ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഷോർട്ട് ടൈം ട്രേഡിംഗിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്തോറും എപ്പോഴാണോ വലിയൊരു ഗ്രീൻ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നത് അത്രയും കാലം ഇതിൽ വലിയ ഗ്രീൻ ക്യാൻഡലിന്റെ, സാധാരണ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്താൽ പോരാ, വലിയൊരു ഗ്രീൻ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് HDFC ലൈഫ് എന്ന് പറയുന്ന സ്റ്റോക്കിന്റെയാണ്. ഇത് നമ്മളൊരു ഷോർട്ട് ടൈമിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അടുത്തൊരു സപ്പോർട്ട്. ഇതിനിടയ്ക്ക് 2-3 ക്യാൻഡലുകളൊക്കെ ഫോം ആയി, പക്ഷെ തൊട്ടടുത്തുള്ള ഒരൊറ്റ ഗ്രീൻ ക്യാൻഡലിന്റെ ലോ പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു, അതിന്റെ സപ്പോർട്ടായിട്ട് മാറുന്നു, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു, അത് സപ്പോർട്ടായിട്ട് മാറുന്നു. ഇനി ഇന്നത്തെ ക്യാൻഡിൽ മോശമല്ലാത്തൊരു ഗ്രീൻ ക്യാൻഡിലാണ്, അത് സപ്പോർട്ടായിട്ട് മാറുന്നു. അപ്പൊ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലേക്കുള്ള മൂവ്മെന്റിനൊപ്പം നിലനിൽക്കാൻ പറ്റും. എപ്പോഴാണോ എവിടെ വെച്ചാണോ ഒരു വലിയ ഗ്രീൻ ക്യാൻഡലിന്റെ, ഒരു നോർമൽ ഗ്രീൻ ക്യാൻഡലായിട്ട് പരിഗണിക്കരുത്, സാധാരണ ഗ്രീൻ ക്യാൻഡിൽ പരിഗണിക്കരുത്, വലിയ ഒരു ഗ്രീൻ ക്യാൻഡലിന്റെ ലോ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്താൽ മതി. അപ്പൊ ടൈപ്പ് 1 നമ്മൾ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രാഡേ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 5 മിനിറ്റിൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നന്നായി. ഇനി ഇത് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലാണ് പോകുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സ്വിംഗ് ലോ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ എക്സിറ്റ് ചെയ്താൽ മതി. ലോങ് ടൈം ഒരു ടൈപ്പ് 1 ആയിട്ട് മാറും. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ ഡെയിലി ടൈം ഫ്രെയിം പോരാ, ആ സമയത്ത് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവരണം. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം അതിനെ നമ്മൾ പരിഗണിക്കാനായിട്ട്. അപ്പോൾ ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്പ് 1ന്റെ ലക്ഷണം ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. വീക്ക്ലി ഫ്രെയിമിൽ എടുത്തിട്ട് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്താൽ മതി. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് യെസ് സർ. അപ്പോൾ ടൈപ്പ് 1 ഉള്ള മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ട്രെൻഡ് റിവേഴ്സ് ആവുന്നത് വരെ പരമാവധി ആ ട്രെൻഡിനൊപ്പം നിന്ന് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു വഴികൾ ടൈപ്പ് 1 മാർക്കറ്റിൽ നമ്മൾ ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. അവിടെ ഈ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. മാർക്കറ്റ് ടൈപ്പ് 1 മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡിന് എഗെയിൻസ്റ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോകണം. പലർക്കും ഒരു പഴയ നമ്മുടെ സിസ്റ്റത്തിലല്ല പറയുന്നത്, പലർക്കും ഒരു ചിന്ത ഉണ്ട്, മാർക്കറ്റ് ഒരു 20-30% മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് കറക്ഷൻ വന്നേ പറ്റൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതൊരിക്കലും ഫോളോ ചെയ്യരുത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്തോറും നമ്മൾ മുകളിലേക്കുള്ള ട്രേഡുകൾക്കൊപ്പം തന്നെ നിൽക്കണം. എപ്പോഴാണോ ട്രെൻഡ് റിവേഴ്സ് ആയിട്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ വന്നെങ്കിൽ മാത്രമേ ഷോർട്ട് പൊസിഷൻ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കാവൂ. ടൈപ്പ്
വണ്ണിൽ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ട്രേഡുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ അതുപോലെ റെസിസ്റ്റൻസ് ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത്രയും മാർക്കറ്റ് ദൂരം മുകളിലേക്ക് പോയതാണ്. ഇവിടെ ഒന്ന് താഴേക്ക് വരുമ്പോൾ തന്നെ മാർക്കറ്റ് അത്രയും മൂവ് ചെയ്ത് കഴിഞ്ഞു, ഇനി റിവേഴ്സ് ആകും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാവരുത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം മാർക്കറ്റിന് ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുന്നില്ല, വീണ്ടും കയറും. ഒരിക്കലും ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോസിറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ബൈ ട്രെൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ നെഗറ്റീവ്, അതായത് താഴേക്കുള്ള ഷോർട്ട് സെൽ പൊസിഷനുകൾ ഒന്നും തന്നെ നിലനിൽക്കരുത്. അപ്പോൾ ടൈപ്പ് 1 ഇതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ടൈപ്പ് 2 മാർക്കറ്റ്, ഇതിലേക്ക് വരുമ്പോൾ ഈ മാർക്കറ്റിന്റെ പ്രത്യേകത, മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് അഥവാ മുകളിലേക്കുള്ള ഒരു ലോങ് ട്രെൻഡ് തന്നെ, മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് തന്നെയായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. പക്ഷേ ടൈപ്പ് 1 അപേക്ഷിച്ച് ടൈപ്പ് 2 മാർക്കറ്റിൽ സ്പീഡ് കുറവായിരിക്കും, മുകളിലേക്കുള്ള മൂവ്മെന്റിന്റെ സ്പീഡ് കുറവായിരിക്കും. ഈ സ്പീഡ് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 100 വിലയുള്ള ഒരു ഷെയർ 150 എത്താൻ ചിലപ്പോൾ ടൈപ്പ് 1 മാർക്കറ്റിൽ ചിലപ്പോൾ 2, 3, 4 ദിവസം മതിയായിരിക്കും. പക്ഷെ അത് ടൈപ്പ് 2 കിട്ടുമ്പോഴേക്ക് ടൈപ്പ് 2 മാർക്കറ്റ് മുകളിലേക്കുള്ള സ്പീഡ് കുറഞ്ഞ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ 15, 20 ഒരു മാസമൊക്കെ എടുത്തു വരും. അപ്പോൾ അങ്ങനെ ഇതിന്റെ വ്യത്യാസം സ്ലോവില് വളരെ ചുരുങ്ങിയ മൂവ്മെന്റേ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. കുറച്ച് ദൂരം മൂവ് ചെയ്യും, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആവും, വീണ്ടും കുറച്ച് ദൂരം മൂവ് ചെയ്യും. ഇങ്ങനെ ഈ ചാർട്ടിൽ കാണുന്ന പോലെ മുകളിലേക്കുള്ള മൂവ്മെന്റിന്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. ഇതിനെ അപേക്ഷിച്ച് മുകളിലേക്കുള്ള സ്പീഡ് കുറവായിരിക്കും. അതുപോലെ കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൂരവും സമയവും ടൈപ്പ് 1 അപേക്ഷിച്ച് ടൈപ്പ് 1 താഴത്തേക്കുള്ള കറക്ഷന്റെ ദൂരവും സമയവും ഇതാണ്. ടൈപ്പ് 1 അപേക്ഷിച്ച് ടൈപ്പ് 2 വരുമ്പോൾ കുറച്ചധികം സമയം നിലനിൽക്കുന്നു, കുറച്ചധികം ദൂരം മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങുന്നു. ഇതാണ് ടൈപ്പ് 2 പ്രത്യേകത. അപ്പോൾ ടൈപ്പ് 2 വളരെ സ്പീഡ് കുറഞ്ഞ രീതിയിലായിരിക്കും മുകളിലേക്ക് പോകുന്നത്. കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി വരുന്നത് കുറച്ചധികം സമയവും ദൂരവും എടുത്തുകൊണ്ടായിരിക്കും. പിന്നെ തിരിച്ചു കയറണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. ടൈപ്പ് 1 അത്രയും പ്രശ്നം വരില്ല, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തിരിച്ച് കയറിയിട്ടുണ്ടാവും. അപ്പൊ ടൈപ്പ് 2 നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ടൈം ട്രേഡുകൾ മാത്രം. അതായത് നമ്മുടെ ക്യാപിറ്റൽ ഒരു 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20% ഗ്രോത്ത് കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് എക്സിറ്റ് ചെയ്യാം. ട്രെൻഡ് റിവേഴ്സലായി എന്ന് തോന്നുമ്പോൾ, അതായത് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നതിനിടയ്ക്ക് വലിയൊരു ഗ്രീൻ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, അവിടെ റെഡ് ക്യാൻഡലും കൂടെ ക്രിയേറ്റ് ചെയ്ത് എന്ന് മനസ്സിലാവുമ്പോൾ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി എന്ന് പോലും നോക്കരുത്, ആ നിമിഷം അത് എക്സിറ്റ് ചെയ്യണം. എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി എന്ന് പോലും നോക്കരുത്, ആ നിമിഷം അവിടെ എക്സിറ്റ് ചെയ്ത് മാറിക്കോണം. അതുപോലെ ഇത് അധിക സമയമൊന്നും കാത്തിരിക്കരുത്. ഇനി ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇത് ബൈ ചെയ്തത്, നല്ല മൂവ്മെന്റ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നതന്നെയാണ് കണ്ടപ്പോൾ, അതായത് മാർക്കറ്റിൽ ഇവിടെ വെച്ചാണ് ബൈ ചെയ്തതെങ്കിൽ പോലും എപ്പോഴാണോ ഒരു വലിയ ഗ്രീൻ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നത്, റെഡ് ക്യാൻഡൽ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ നിമിഷം അത് എക്സിറ്റ് ചെയ്തോളാം. ലോസിലാണെങ്കിൽ പോലും തിരിച്ച് അടുത്തൊരു ട്രെൻഡ് കൺഫേം ആവുമ്പോൾ തിരിച്ച് എൻട്രി എടുത്താൽ മതി. കാരണം ഇതൊക്കെ എത്ര സമയം തിരിച്ചു കയറാൻ എടുക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഈ ഭാഗം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുന്ന് ബൈ എടുത്ത ഞാൻ തിരിച്ചു കയറി മാർക്കറ്റ് റിവേഴ്സ് ആയി വന്ന് എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തുന്നത്. അത്രയും നാളെ നമ്മുടെ ക്യാപിറ്റൽ അവിടെ റിലീസ് ചെയ്യാണ്, അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ട്രേഡുകൾ മാത്രമേ ഇതിനകത്ത് പരിഗണിക്കാവൂ. ഈ ടൈപ്പ് 2 മാർക്കറ്റിൽ ഇൻട്രാഡ ചെയ്യുകയാണെങ്കിൽ പോലും ഓപ്ഷൻസ് എടുക്കാതിരിക്കുക. കാരണം ഓപ്ഷൻസ് എടുക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡ മാർക്കറ്റിന്റെ മൂവ്മെന്റ് സ്ലോവിലായിരിക്കും. ഇത് സ്ലോവിൽ പോകും തോറും നമുക്ക് ഓപ്ഷൻസിന്റെ പ്രീമിയത്തിൽ കാര്യമായിട്ട് വർധന കിട്ടില്ല. അതിപ്പോൾ സ്റ്റോക്കിലാണെങ്കിലും ശരി, നമ്മുടെ ഇൻഡെക്സിലാണെങ്കിലും ശരി, ടൈപ്പ് 2 മാർക്കറ്റ് ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം പ്രീമിയം മെൽറ്റിംഗ് അഥവാ മാർക്കറ്റിന്റെ മൂവ്മെന്റ് സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റിൽ നിലനിർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ടൈപ്പ് 2 നമ്മൾ ഈ ഷോർട്ട് ടൈം ട്രേഡുകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊന്നും ഫ്യൂച്ചർ എടുക്കാം. അപ്പോൾ ഇതൊന്നുമല്ലാത്ത അടുത്തൊരു ടൈപ്പാണ് നമ്മൾ കാണാൻ പോകുന്ന ടൈപ്പ് 3 മാർക്കറ്റ്. ടൈപ്പ് 3 മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റേഞ്ചിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു. അത് നമ്മുടെ റേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് കയറി ഇറങ്ങി കൺസോൾട്ടേഷൻ പോലെ കയറി ഇറങ്ങി കുറെ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ അങ്ങനെ നിന്ന് വരും, ചിലപ്പോൾ വർഷങ്ങളും നിന്ന് വരും. ഈ ഒരു സ്റ്റോക്കിന്റെ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഇത് 2011 ഏകദേശം മെയ് മുതൽ ഇതിന്റെ റേഞ്ച് ആരംഭിച്ചത് ഏകദേശം 2016 ഒരു ജൂലൈ വരെ, സെപ്റ്റംബർ ഒക്ടോബർ വരെ, അതായത് 2011 മെയ് മുതൽ 2016 സെപ്റ്റംബർ വരെ എത്ര കാലം ഇതിന്ന് നോക്കുക ഒരു റേഞ്ചിനകത്ത്. ടൈപ്പ് 3 മാർക്കറ്റ് ഒരു
ടൈപ്പ് 1ന്റെയോ 2വിന്റെയോ ലക്ഷണം കാണിക്കുന്നില്ല, റേഞ്ചിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിനെ നമ്മൾ ഒഴിവാക്കുക. മാക്സിമം വേറെ നിവൃത്തിയില്ലെങ്കിൽ ഇൻട്രാഡേ മാത്രം ഈ സ്റ്റോക്കിൽ ചെയ്യുക. പരമാവധി ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇതാണ് ടൈപ്പ് 3 മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ടൈപ്പ് 3 റേഞ്ചിനകത്താണ് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കിനെ ഇൻഡെക്സിനെ ട്രേഡ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അത് നമ്മളുടെ ഓപ്ഷനൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യരുത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എക്സിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു ഇതിനെ കൊണ്ടുവന്ന് മാറ്റണം. നമ്മൾ അധികം വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇനി അടുത്ത രണ്ടും വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് 1ന്റെയും ടൈപ്പ് 2വിന്റെയും നേരെ എതിർ ദിശയിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള സംഭവം. ടൈപ്പ് 4 ടൈപ്പ് 1ന്റെ നേരെ ഓപ്പോസിറ്റ് പക്ക നെഗറ്റീവ് മാർക്കറ്റിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വലിയ വലിയ ക്യാൻഡിലുകൾ ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരുന്നു. തിരിച്ചു കയറുന്നതിന്റെ സമയവും ദൂരവും വളരെ കുറവായിരിക്കും. അതായത് നെഗറ്റീവ് മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ ഒരിക്കലും മുകളിലേക്കുള്ള ട്രെൻഡിനൊപ്പം അല്ലെങ്കിൽ ട്രേഡുകൾക്കൊപ്പം നിലനിൽക്കരുത്. ഇത് എപ്പോഴാണോ തിരിച്ചൊരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നത്, തിരിച്ച് പോസിറ്റീവ് ട്രെൻഡിലേക്ക് നമുക്കറിയാം മിനിമം ഒരു വലിയ റെഡ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം, അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം, എപ്പോഴേ ട്രെൻഡ് റിവേഴ്സലാവുന്നുള്ളൂ. അത്രയും കാലം നമ്മളിത് നെഗറ്റീവ് ട്രെൻഡിനൊപ്പം നിലനിൽക്കണം. താഴത്തേക്ക് അഗ്രസീവായിട്ട് ഷോർട്ട് സെല്ല്, ഫ്യൂച്ചർ ഷോർട്ട് സെല്ല് ചെയ്യാം, ഇൻട്രാഡേയിൽ ഇക്വിറ്റി ഷോർട്ട് സെല്ല് ചെയ്യാം, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിലും പരമാവധി ഓപ്ഷൻ സെല്ലിങ് ചെയ്യാതിരിക്കുക. സെല്ലിങ് ആകുമ്പോഴേക്കും നമുക്കറിയാം ഈ എത്ര താഴേക്ക് വന്നാൽ പോലും നമുക്ക് കിട്ടുന്നതിന്റെ പ്രോഫിറ്റിന് ഒരു പരിധി ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് ചില ദിവസങ്ങൾക്കുള്ളിൽ മാർക്കറ്റ് റിവേഴ്സ് നല്ല രീതിയിൽ താഴത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ട്രെൻഡാണിത് ടൈപ്പ് 4. അപ്പൊ ടൈപ്പ് 4ൽ നമ്മൾ അഗ്രസീവായിട്ട് ഷോർട്ട് സെല്ലിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം. ഇൻ കേസ് തിരിച്ചു കയറിയാലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആവറേജ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് കണ്ടീഷനാണിത്. തിരിച്ചു കയറുക. ഞാനിപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷോർട്ട് സെല് ചെയ്തു, ഞാൻ എടുത്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറുന്നതാണ് കാണേണ്ടത്. നോക്കുക, തൊട്ട് മുമ്പത്തെ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വലിയ റെഡ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇത് ഇനിയും തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ മാർക്കറ്റിൽ നമുക്ക് ആവറേജ് ചെയ്യാം. ഷോർട്ട് സെല്ല് ചെയ്യുന്ന പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ സെല്ല് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ലോട്ട് ബൈ ചെയ്തു, അടുത്തൊരു സപ്പോർട്ട് കൂടെ ബ്രേക്ക് ചെയ്തെന്ന് കാണുമ്പോൾ വീണ്ടും ഒന്നോ രണ്ടോ ലോട്ടും കൂടെ ആഡ് ചെയ്യാം, വീണ്ടും അടുത്ത സപ്പോർട്ട് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത സ്ട്രൈക്ക് പ്രൈസിലോ അടുത്തൊരു ട്രേഡോ പുട്ട് ഓപ്ഷൻ എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് സെല്ല് ചെയ്യാനും പറ്റും. അപ്പോൾ നെഗറ്റീവ് ട്രെൻഡുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മാർക്കറ്റ് പോസിറ്റീവ് ട്രെൻഡിനെ പരിഗണിക്കുകയേ ചെയ്യരുത്. ഇൻ കേസ് നമ്മൾ അഥവാ അറിയാതെ തിരിച്ചു കയറുന്നുള്ള പ്രതീക്ഷയിൽ ഒരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചറോ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എക്സിറ്റ് ചെയ്തുള്ള ഒരു കാരണവശാലും തിരിച്ച് ട്രെൻഡ് റിവേഴ്സലിനെതിരായിട്ട് ആവറേജ് ചെയ്യരുത്. അതായത് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ബൈ ചെയ്തുകൊണ്ട് ഈ മാർക്കറ്റിൽ ആവറേജ് ചെയ്യാൻ ശ്രമിക്കരുത്. മാർക്കറ്റിൽ നമ്മളെ വലിയ ലോസിനുള്ള സാധ്യതയുണ്ട്. ഇത് ടൈപ്പ് 5. ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് 2വിന്റെ നേരെ ഓപ്പോസിറ്റ്. ടൈപ്പ് 2 മുകളിലേക്ക് പതുക്കെ പോവുകയും കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിംഗ് കുറച്ചധികം സമയം എടുക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ പോസിറ്റീവ് ട്രെൻഡ്, മുകളിലേക്ക് തന്നെയാണ് മൂവ്മെന്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ട്രെൻഡ്, അതായത് മാർക്കറ്റ് താഴേക്കാണ് ഓവറോൾ ഇതിന്റെ മൂവ്മെന്റ് കിടക്കുന്നത്. പക്ഷേ ഒരു കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ കുറച്ചധികം സമയവും ദൂരവും എടുത്തിട്ടാണ് മാർക്കറ്റ് കയറുന്നത്. പിന്നെയും കറക്ഷൻ വരും, തിരിച്ചു കയറുമ്പോൾ കുറച്ചധികം സമയം ദൂരം എടുക്കും, വീണ്ടും കറക്ഷൻ വരും, തിരിച്ചു കയറുമ്പോൾ കുറച്ചധികം സമയം ദൂരം മുകളിലേക്ക് കയറും. അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് സെല്ല് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ. അത് അധികം സമയം വെയിറ്റ് ചെയ്യരുത്. ഒരു ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്തു എന്ന് കാണുമ്പോൾ എക്സിറ്റ് ചെയ്യുക, തിരിച്ചു വരുന്ന കാണുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കുക, തിരിച്ചു കയറുന്നു എന്ന് കാണുമ്പോൾ എക്സിറ്റ് ചെയ്യുക. ഇങ്ങനെ ഷോർട്ട് ടൈം ട്രേഡുകളിലൂടെ മാത്രമാണ് ടൈപ്പ് 2വിലും ടൈപ്പ് 5വിലും നമ്മൾ ട്രേഡ് ചെയ്യാൻ നിൽക്കേണ്ടത്. ടൈപ്പ് 1ലും ടൈപ്പ് 4ലും അഗ്രസീവായിട്ട് ആ ഡയറക്ഷനൊപ്പമുള്ള ട്രേഡുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവിടെ ആവറേജിങ് ചെയ്യാം, പിരമിഡിങ് ചെയ്യാം, അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ക്യാപിറ്റൽ യൂസ് ചെയ്യാം. ഇതൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. ടൈപ്പ് 3 പരമാവധി മാറി നിൽക്കുക. ഇനി അഥവാ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇൻട്രാഡേ മാത്രം, അധിക സമയം വെയിറ്റ് ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ, ചെറിയ പ്രോഫിറ്റിലാണെങ്കിലും ചെറിയ ലോസിലാണെങ്കിലും നമുക്ക് ഈ വലിയ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ട്രേഡുകൾ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ ടൈപ്പ് 3യിലേക്ക് പോവുക. ഇങ്ങനെ 5 ടൈപ്പ് മാർക്കറ്റ്. ഈ മാർക്കറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റോക്ക് ഇപ്പൊ കാണുമ്പോഴും അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഒരു രൂപരേഖ കിട്ടും. അതാണ് നമ്മൾ ഇപ്പോൾ ഈ സ്റ്റോക്കുകളിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് ലിസ്റ്റുകളുണ്ട്. എൽ ടി ഫുഡിൽ ആദ്യം തന്നെ തുടങ്ങാം. ഈ എൽ ടി ഫുഡിനെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം എന്നാണ് ആദ്യം നോക്കുന്നത്. റെഡിങ്ടൺ മുന്നിൽ ഇരിക്കുന്നു. ഈ റെഡിങ്ടനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ വെച്ചല്ലേ നോക്കണം. ഒരു മിനിറ്റ്, അതിലേക്ക് വരുന്നു. ആദ്യം തന്നെ
ഈ സ്റ്റോക്കിന്റെ റെഡിങ്ടൺ എന്നൊരു സ്റ്റോക്ക്, ഏത് സ്റ്റോക്കിനെ നമ്മൾ പരിഗണിക്കുമ്പോഴും വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ആ സ്റ്റോക്കിനെ കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ മാക്സിമം ഹിസ്റ്ററി എടുക്കുന്നു, പരമാവധി അതിന്റെ ഹിസ്റ്ററി എടുക്കുന്നു. ഹിസ്റ്ററി എടുത്തതിന് ശേഷം എന്ത് വേണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നോക്കുക, മാർക്കറ്റ് ഏകദേശം 2017 കാലഘട്ടത്തിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കയറി ഒരു കറക്ഷൻ വന്നു, വീണ്ടും വലിയൊരു മൂവ്മെന്റ് ഇല്ല, ടൈപ്പ് 2 പോലെ കറക്ഷൻ തിരിച്ചു കയറുന്നു. ഇവിടം വെച്ച് 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് നെഗറ്റീവ് ട്രെൻഡ് ആയിരുന്നു. അവിടുന്ന് തിരിച്ചുള്ള കയറ്റമാണ് മാർക്കറ്റിൽ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ഇവിടെ മോശമല്ലാത്ത രീതിയിൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത ഉടനെ ഒരു ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്ത് ഒരു ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ബാഡ് ഹിസ്റ്ററി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇനിയും മാർക്കറ്റിൽ ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഇത് എക്സാമ്പിൾ, ഇതൊരു 150 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ 300-ൽ എത്തുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ റിലീസ് ചെയ്യുക, എന്നിട്ട് ഈ സ്റ്റോക്കിനെ വിട്ട് കളയാന്നുള്ള രീതിയിലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു, കറക്ഷൻ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കുള്ള ട്രെൻഡുകൾക്കൊപ്പം ഷോർട്ട് ടൈം ട്രേഡുകൾക്കൊപ്പം ഈ സ്റ്റോക്കിനെ നിലനിർത്താം. ഇനി ഇതിന്റെ വോളിയം കൂടെ നോക്കണം. പോസിറ്റീവ് ട്രെൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നതും ഈ സ്റ്റോക്ക്. വോളിയം നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ശരാശരി ഇതിനൊരു 300 രൂപ റേഞ്ച് ഉള്ളൊരു സ്റ്റോക്കാണ്. 300, 320 രൂപ, 500-ൽ താഴെയുള്ള റേഞ്ചുള്ള സ്റ്റോക്കാണ്. ശരാശരി 3 മില്യൺ ആണ് ഇതിന്റെ വോളിയം കാണുന്നത്, 3 മില്യൺ. അപ്പൊ നമുക്ക് 500 രൂപ വിലയുള്ള ഒരു ശരാശരി വിലയുള്ള ഒരു സ്റ്റോക്കിന് 3 മില്യൺ വോളിയം മതി. ഇതും ആ ഒരു സഫിഷ്യന്റ്, അതായത് ആ കുഴപ്പമില്ലാത്ത വോളിയം ഉള്ള ഒരു സ്റ്റോക്കാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ സ്റ്റോക്കിനെ നമുക്ക് ഷോർട്ട് ടൈമിൽ പരിഗണിക്കാം. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇത് ബൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് കൂടെ ഒന്ന് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഇന്നത്തെ ക്യാൻഡിൽ ഒരു റെസിസ്റ്റൻസ് പോലെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ ഏകദേശം 9:30 ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ റെസിസ്റ്റൻസ് പോലെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിന്റെ ഒരു അടുത്തൊരു മൂവ്മെന്റ് തുടങ്ങുന്ന ലക്ഷണമാണ് കാണിക്കുന്നത്. കാരണം ഒരു കറക്ഷൻ കഴിഞ്ഞു, ആ കറക്ഷൻ കഴിഞ്ഞ ഏരിയ ബ്രേക്ക് ചെയ്തു, അവിടെ ഇപ്പൊ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക, ഇനി ഈ ക്യാൻഡിലിന്റെ റിവേഴ്സൽ സംഭവിക്കേണ്ടത് ഇതിന്റെ ലോയിലാണ്, ഏകദേശം 300 രൂപയ്ക്ക് താഴെ. ഈ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വലിയ ഗ്രീൻ ക്യാൻഡിലിന്റെ ലോയിലാണ് ഇതിന്റെ ട്രെൻഡ് റിവേഴ്സ് ആവുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി 332 എന്ന് പറയുന്ന നമ്മൾ ഇന്നത്തെ ആ വലിയ ക്യാൻഡിൽ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് ബൈ ചെയ്യാനുള്ളത്. സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഇത്രയും ദൂരവും, ഏകദേശം ഇന്നലത്തെ ക്യാൻഡിലിന്റെ ലോ. ഈ റിസ്ക് എനിക്ക് സൂട്ടബിൾ ആണോ? ആണെങ്കിൽ ബൈ ചെയ്യുക. ഇനി അതല്ല, നാളെ ഇതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ടും പരിഗണിക്കാം. അപ്പോൾ ചെറിയ റിസ്ക്, അതായത് 332-ന്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലും കൂടെ ഫോം ചെയ്തു എന്ന് കണ്ടതിന് ശേഷം മാത്രം, ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലെങ്കിലും 15 മിനിറ്റിന്റെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലെങ്കിലും ഫോം ചെയ്തു എന്ന് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ക്യാൻഡിലിന്റെ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്കുള്ള ഒരു ട്രേഡ് എടുക്കാം. രണ്ട് കാരണം വേണം ഇതിന് ട്രേഡ് എടുക്കാൻ. ഒന്ന്, 332 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കണം. രണ്ടാമത് ഇന്നത്തെ ലോ 320-ന് മുകളിൽ എവിടെയെങ്കിലും 15 മിനിറ്റിലെങ്കിലും ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുകയും വേണം. അത് രണ്ടും സംഭവിച്ചാൽ ഇത് നാളെ നമുക്ക് 320.50 എന്ന ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്കുള്ള ഒരു ട്രേഡിന് പരിഗണിക്കാവുന്നതേ ഉള്ളൂ ഇത്. അതുപോലെ തന്നെ ഇപ്പോൾ എൽ ടി ഫുഡിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ഇതിനെ മുഴുവൻ ഇട്ടിട്ടൊന്ന് പരിഗണിക്കുക. മുഴുവൻ ഇട്ടിട്ട് പരിഗണിക്കുമ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഒരു ബാഡ് ഹിസ്റ്ററി വന്നിട്ടുള്ളൂ. ബാഡ് ഹിസ്റ്ററി അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം വന്നതുകൊണ്ട് നമ്മൾ അതിന് ബാഡ് ഹിസ്റ്ററി എന്ന് പറയുന്നില്ല. പക്ഷെ ഇത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, 2018 മുതൽ 2020 വരെയാണ് ആ ഒരു കറക്ഷൻ വന്നിരിക്കുന്നത് മാർക്കറ്റിൽ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം 2018 വേൾഡ് മുഴുവൻ ക്രാഷ് നടന്നൊരു വർഷമാണ്, 2020 കോവിഡ് നടന്ന വർഷം. സ്വാഭാവികമായിട്ടും അത് ആസ് യൂഷ്വൽ സാധാരണ ഒട്ടുമിക്ക കമ്പനികൾക്കും സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു കറക്ഷൻ മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. ബാക്കി ഒരു കറക്ഷനും ഈ ഒരു സ്റ്റോക്കിൽ വരുന്നില്ല. മാത്രമല്ല ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ട്രെൻഡ് അവസാനിപ്പിച്ച് തിരിച്ചു കയറുകയും കൂടെ ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ്.
ഇപ്പൊ പോസിറ്റീവ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പരിഗണിക്കാം. ഗ്രോത്ത് ഉണ്ട്, ഇനി വോളിയം കൂടെ നോക്കിയാൽ മതി, പരിഗണിക്കാം. അത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇടുമ്പോൾ ആവറേജ് 5 ലക്ഷം ആണ് ഇതിന്റെ വോളിയം ഉള്ളത്. 5 ലക്ഷം. ഇത് സഫീഷ്യന്റ് വോളിയം എന്ന് പറയാനില്ല. ശരാശരി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാത്രമേ വോളിയം ഒരൽപ്പം കയറിയിട്ടുള്ളൂ. അപ്പോഴും 7 ലക്ഷമൊക്കെ എത്തിയിട്ടുള്ളൂ. സഫീഷ്യന്റ് വോളിയം എന്ന് പറയുന്ന രീതിയിൽ ഇതിനകത്തില്ല. കാരണം ഒരു 5 ലക്ഷം ശരാശരി വോളിയം ഉള്ളൂ. ഇത്രയും 500 രൂപ വിലയുള്ള സ്റ്റോക്കുകൾ നമുക്കൊരു 3 ലക്ഷം വോളിയമെങ്കിലും വേണം. പക്ഷെ മറ്റ് 4 കാര്യങ്ങളും അനുകൂലമാണ്. ട്രെൻഡ് പോസിറ്റീവാണ്, ഗ്രോത്ത് ഉണ്ട്, ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, വോളിയം മാത്രമേ ഇതിനകത്ത് ചെറിയൊരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ എത്രയാണോ സാധാരണഗതിയിൽ ഒരു സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ 60 to 70% വരെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. 60 to 70% വരെ ഈ ഒരു സ്റ്റോക്കിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും കൊണ്ടുവന്നതിന് ശേഷം ഇതിന് എന്താണ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് റെസിസ്റ്റൻസ് ഒന്നുമില്ല. ആകെയുള്ളത് ഈ വലിയ റെഡ് ക്യാൻഡിലിന്റെ ഹൈ മാത്രമാണ്. റെഡ് ക്യാൻഡിൽ എന്നല്ല, ക്ലോസിംഗ് റേഞ്ചിന്റെ ഹൈ മാത്രമാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ വീണ്ടും ഇതൊരു പോസിറ്റീവ് ട്രെൻഡിന് തന്നെയാണ് ചാൻസ് ഉള്ളത്. വീണ്ടും ഒരു പോസിറ്റീവ് ട്രെൻഡിന് തന്നെയാണ് ചാൻസ് ഉള്ളത്. അത് മാത്രമല്ല, ഇവിടെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുക, ഇന്നത്തെ രാവിലത്തെ 15 മിനിറ്റിന്റെ വലിയ ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അവിടെ മറ്റൊരു ഗ്രീൻ ക്യാൻഡിൽ കൂടെ ഫോം ചെയ്തിട്ടുണ്ട് ഏകദേശം ഉച്ചയോടുകൂടി, അതിന്റെ ലോയും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ ഇത് പോസിറ്റീവ് ട്രെൻഡ്, പോസിറ്റീവ് മൂവ്മെന്റ് നടത്തുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് ലോങ് ടൈമിലേക്ക് ഷോർട്ട് ടൈമിലേക്കൊക്കെ പരിഗണിക്കാം. പക്ഷെ ഫുൾ എമൗണ്ട് ക്യാപിറ്റൽ യൂസ് ചെയ്തത് ഒരു 60% യൂസ് ചെയ്യുക. അടുത്തത്, ഇത് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ട്രേഡ് എടുക്കേണ്ടത്. ഏകദേശം 495 എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ അത്രയും ഉള്ള സ്റ്റോപ്പ് ലോസ് ഉള്ള ഈ സ്റ്റോക്കിന് ഇന്നലത്തെ ലോ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പറ്റുക, ഏകദേശം 440. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 495 അതിന്റെ എൻട്രി ഉണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 440. ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ട്രേഡ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും ഷോർട്ട് ടൈമിനായിട്ട്. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് കരൂർ വൈശ്യ ബാങ്ക്. മാക്സിമം ഹിസ്റ്ററി എടുക്കുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ ക്യാരക്ടർ മനസ്സിലാകാനൊക്കെയാണ് മാക്സിമം ഹിസ്റ്ററി എടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് ഇവിടെ ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ ടൈപ്പ് 1 ആണ്. നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് 1 മാർക്കറ്റാണ്. കറക്ഷൻ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് തീരെയില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് 1. ഇതിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇവിടെ ഒരു ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും ഭാഗം ബാഡ് ഹിസ്റ്ററി ആയിട്ട് തന്നെ കണക്കാക്കാം. അപ്പൊ ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അലർട്ടായിട്ട് മാത്രമേ ഇതിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങാവുള്ളൂ. ഇപ്പൊ പോസിറ്റീവ് മാർക്കറ്റാണ്, ടൈപ്പ് 1 ആണ്, പോസിറ്റീവ് ട്രെൻഡാണ്, എല്ലാം കൊണ്ടും അനുകൂലം. ഇനി വോളിയം കൂടെ നോക്കാം. ഗ്രോത്തും മോശമല്ലാത്തൊരു ഗ്രോത്ത് തന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. വോളിയം 1.5 മില്യൺ ആണ് ശരാശരി വോളിയം ഇതിനകത്ത് കാണുന്നത്. 1.5 മില്യൺ അല്ല, 3 മില്യണും കാണുന്ന മിഡിൽ ഏരിയയിൽ 3 മില്യൺ ഒക്കെ കാണുന്നുണ്ട്. വോളിയം വലിയ കുഴപ്പമില്ലാത്ത സ്റ്റോക്കാണിത്. എന്നാൽ ഒരു വലിയ രീതിയിൽ വോളിയം ഇല്ല, ആവറേജ് വോളിയം ഉള്ളൊരു സ്റ്റോക്കാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരുന്നതാണ്. ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമെന്നും, കാരണം അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലുകളുടെ 1 അല്ല 2-3 സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിന് മുകളിലേക്കുള്ള ഒരു ട്രെൻഡിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാവുന്നതേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇതാണ് നമുക്ക് അതിന്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്ക് അത് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടി. ഇപ്പൊ അത്യാവശ്യം 275 മുക്കിയിരുന്നു. ഇപ്പോ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്ന ഈ മാർക്കറ്റിൽ നമുക്ക് ഇവിടെ മുതൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇത് ഒരു ടൈപ്പ് 2 കറക്ഷൻ കുറച്ചധികം സമയമെടുത്തു. അതിനുശേഷം ഈ 220 എന്നുള്ള റേഞ്ചിൽ നിന്നുള്ള ഈ മൂവ്മെന്റ് വരുന്നത് ടൈപ്പ് 1 ആണ്. പക്ക ടൈപ്പ് 1 മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത്യാവശ്യം നല്ല ബുള്ളിഷ് മൂവ്മെന്റ് തന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം മുമ്പേ നമുക്കൊരു എൻട്രി കിട്ടുന്ന സ്റ്റോക്കായിരുന്നു. ഇപ്പോ നമുക്കിത് എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് ഇതിനൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ബുള്ളിഷ് മൂവ്മെന്റിന് ഒരു കറക്ഷൻ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഈ ക്യാൻഡിലിന്റെ ലോ ആയിരിക്കണം നമ്മൾ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടത്. ഇതിന്റെ ലോ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഒരു ഷോർട്ട് ടൈം ആയിട്ട് പരിഗണിക്കാം. ലോങ് ടൈം ആയിട്ട് നിൽക്കരുത്, കാരണം നമുക്കറിയാം ഇത് ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സൂക്ഷിച്ച് വേണം. വലിയ രീതിയിൽ വോളിയം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അലർട്ടായിട്ട് വേണം ഇതിനെ, കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വേണം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്.
ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് എടുത്ത് നോക്കുക. അതായത് ആഴ്ചയിൽ നല്ല ഇതിനെ ശരിക്കും ഷോർട്ട് ടൈം ട്രേഡിന് എടുത്തിട്ടുണ്ടെങ്കിൽ ദിവസവും 1-2 പ്രാവശ്യമൊക്കെ എടുത്ത് നോക്കുക, ഇത് റിവേഴ്സ് ആവുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കിനെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? അടുത്തത് BDL എന്ന് പറയുന്ന സ്റ്റോക്ക്. മാക്സിമം ഹിസ്റ്ററി എടുക്കുന്നു, ഇതിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നു. ഇത് പക്ഷേ നമുക്ക് 2018 കാലഘട്ടങ്ങളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ്. ഇത് അത്യാവശ്യം നല്ല ഗ്രോത്ത് തന്നിരിക്കുന്ന സ്റ്റോക്ക്. ഇവിടെ വെച്ചിട്ട് ഒരു കറക്ഷൻ അഥവാ പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ച് മാർക്കറ്റ് നെഗറ്റീവ് ആയിരിക്കുന്നു. അതിനുശേഷം ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും പോസിറ്റീവ് ട്രെൻഡിലേക്ക് കയറി. ഈ പോസിറ്റീവ് ട്രെൻഡ് ഇത് ടൈപ്പ് 1 മാർക്കറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ടൈപ്പ് 1 ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന, അതായത് ഈ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ആരംഭിച്ചിരിക്കുന്ന പോസിറ്റീവ് ട്രെൻഡ് ടൈപ്പ് 1 ട്രെൻഡ് ആയിട്ടാണ് മാർക്കറ്റിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ട്രേഡുകൾക്കൊപ്പം നിൽക്കാം. ഇനി ഇതിന്റെ വോളിയം കൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു ആവറേജ് വോളിയം കിട്ടുന്നത് ഇത് 1 മില്യന്റെ അടുത്താണ് ഇതിന്റെ ആവറേജ് വോളിയം കിട്ടുന്നത്. ഇത് 2000 രൂപയോളം വിലയുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് സഫീഷ്യന്റ് വോളിയാണ്. അപ്പൊ നമുക്ക് ഒരു 1500 രൂപ വിലയുള്ള സ്റ്റോക്ക് ആണെങ്കിൽ പോലും 5 ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ സഫീഷ്യന്റ് ആണ്. ഇത് ആവശ്യത്തിന് വോളിയം ഉള്ള ഒരു സ്റ്റോക്കാണ്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഇതൊരു ടൈപ്പ് 1 മൂവ്മെന്റ് ആയിരുന്നെങ്കിലും ഇപ്പോൾ നമ്മളൊരു സ്വിംഗ് ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഇതൊരു ടൈപ്പ് 3 മാർക്കറ്റ് ആണ്. സ്വിംഗ് ട്രേഡിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് 3 മാർക്കറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ ടൈപ്പ് 3 കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് നമ്മളൊരു സ്വിംഗ് ട്രേഡിംഗ് ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യാവൂ. ഇല്ല എങ്കിൽ ഇപ്പൊ നിൽക്കുന്നത് പോലും ഏകദേശം 1980 വരെയുള്ള ഏരിയ അടുത്ത റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ട്രേഡുകളൊന്നും പരിഗണിക്കാതിരിക്കുക, പ്ലാൻ ചെയ്യാതിരിക്കുക. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം. കാരണം ടൈപ്പ് 3 മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ റിലയൻസ് എന്ന സ്റ്റോക്ക് പോലും വർഷങ്ങളോളം ആ ടൈപ്പ് 3യിൽ നിന്ന സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാക്സിമം റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ആ മൂവ്മെന്റിനുള്ള സാധ്യത കിട്ടാൻ, അല്ലെങ്കിൽ മൂവ്മെന്റ് വരുമ്പോൾ നമുക്ക് ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഇതിനോടൊപ്പം നിലനിൽക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അടുത്തത് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. മുത്തൂറ്റ് ഫിനാൻസിലേക്കും നമ്മൾ മാക്സിമം ഹിസ്റ്ററി എടുത്ത് പരിഗണിക്കുന്നു. ഇത് നമുക്കറിയാം നല്ല ഗ്രോത്ത് തന്നിട്ടുണ്ട്, വലിയ ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ 2021 ശേഷം ഒരു കറക്ഷൻ വന്നിട്ടാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. ഇത് ലോങ് ടൈം വ്യൂവിൽ നോക്കുമ്പോൾ ഇപ്പൊ പോസിറ്റീവ് ട്രെൻഡ് ആണ്. കാരണം തൊട്ട് മുമ്പത്തെ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തെങ്കിലും സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ലോങ് ടൈം വ്യൂയിലേക്ക് നോക്കുമ്പോൾ. ഇനി ഷോർട്ട് ടൈം വ്യൂ ആയിട്ടുള്ള ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം വോളിയം നോക്കുന്നു. ഇതിന്റെ വില ഏകദേശം 2600 ആണ്. ആവറേജ് വോളിയം എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷം 1 മില്യനൊക്കെ കാണിക്കുന്നുണ്ട്. 1 മില്യന്റെ അടുത്ത് ആവറേജ് വോളിയം ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് പരിഗണിക്കാം. അടുത്തത് ഇതൊരു ടൈപ്പ് 3 മാർക്കറ്റ് കുറെ കാലത്തിന് ശേഷം അത് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്യുമ്പോൾ ടൈപ്പ് 1 മാർക്കറ്റാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയായിട്ട് ഒരു ടൈപ്പ് 3 ഒതുങ്ങുന്നു. പക്ഷേ ഈ ടൈപ്പ് 3 അടുത്ത് തന്നെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അടുത്ത സപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിനൊപ്പം നമുക്ക് ഷോർട്ട് ടൈം ബൈ പരിഗണിക്കാവുന്നതാണ്. ഈ ഷോർട്ട് ടൈം ബൈയിലേക്ക് ഈ സ്റ്റോക്കിനെ നമുക്ക് ഇപ്പോൾ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. പിന്നെ ഗബ്രിയയിലേക്ക് വരുമ്പോൾ അടുത്തത് ഗബ്രിയൽ. വീണ്ടും മാക്സിമം ഹിസ്റ്ററി എടുത്ത് നോക്കുന്നു. ഇത് ഗ്രോത്ത് ഉണ്ട്, നല്ല രീതിയിൽ ഗ്രോത്ത് തന്നിട്ടുണ്ട്. ബാഡ് ഹിസ്റ്ററി എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നേരത്തെ പറഞ്ഞ തന്നെ 2018 മുതൽ ഈ 2020 വരെ വന്നിരിക്കുന്ന സാഹചര്യം. അതിനുശേഷം ഇത് തിരിച്ചു കയറുമ്പോൾ ഒരു ടൈപ്പ് 2 മാർക്കറ്റാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത്. ടൈപ്പ് 2 കയറുന്നു, കറക്ഷൻ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് കുറച്ചധികം സമയം ദൂരം വരുന്നു, വീണ്ടും കയറി പോകുന്നു. അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. ഇനി ഒരു ഷോർട്ട് ടൈം വ്യൂയിലേക്ക് ഈ സ്റ്റോക്കിനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു ടൈപ്പ് 3 ബ്രേക്ക് ചെയ്യുന്നത് ഒരു ടൈപ്പ് 1 മാർക്കറ്റോട് കൂടിയാണ്. ഇവിടുന്ന് ആരംഭിക്കുന്ന റാലി വളരെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണ്ടുകൊണ്ട്, സപ്പോർട്ടായിട്ട് കണ്ടുകൊണ്ട് ഇതിനെ മുകളിലേക്കുള്ള ഒരു ട്രേഡുകൾക്കൊപ്പം നമുക്ക് നിലനിൽക്കാൻ പറ്റും.